പ്രിയരെ നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫെങ് ഷൂയിൽ പറയുന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന മണി പ്ലാന്റ്, അക്വേറിയം, ബാംബു പ്ലാന്റ് എന്നിവ ഭവനത്തിൽ എവിടെ വയ്ക്കണം, എവിടെ വയ്ക്കാൻ പാടില്ല, ഗുണങ്ങൾ എന്തൊക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാമാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം പറയാം. ഈ വക ഫെങ് ഷൂയ് ഐറ്റങ്ങളെല്ലാം വാസ്തുദോഷ പരിഹാരമായി കാണരുത്. ഇതെല്ലാം സ്റ്റിമുലേറ്റിംഗ് അഥവാ ഉത്തേജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഏത് ദിശയിലാണോ ഇത് വയ്ക്കുന്നത് അവിടുത്തെ ഊർജത്തെ എൻഹാൻസ് ചെയ്യുന്നു. അല്ലാതെ ആ ദിശയിലെ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ ഫെങ് ഷൂയിലെ ഒരു ഐറ്റങ്ങൾക്കും സാധിക്കില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യം മണി പ്ലാന്റ്. ഫെങ് ഷൂയ് പ്രകാരം മണി പ്ലാന്റ് സമ്പത്ത്, ഐശ്വര്യം, ഭാഗ്യം, പോസിറ്റീവ് എനർജി എന്നിവയെ ആകർഷിക്കുന്ന സസ്യമായി കണക്കാക്കുന്നു. വീടിനകത്തോ ഓഫീസിലോ മണി പ്ലാന്റ് വളർത്തുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കും മാനസിക സമാധാനത്തിനും സഹായകരമാണെന്ന് ഫെങ് ഷൂയ് പറയുന്നു. മണി പ്ലാന്റ് വളർത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വീടിനകത്തുള്ള വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ് മണി പ്ലാന്റ്. വ്യാപാര സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും സാമ്പത്തിക പുരോഗതിക്കായി വയ്ക്കാറുണ്ട്. സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്ന ഒരു ഐശ്വര്യ സസ്യമായാണ് ഫെങ് ഷൂയ് കരുതിയിരിക്കുന്നത്. നെഗറ്റീവ് എനർജിയെ കുറച്ച് പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതുപോലെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു. മണി പ്ലാന്റ് എവിടേക്കാണ് വെക്കേണ്ടതെന്ന് പറയാം. ആഗ്നേയ, സൗത്ത് ഈസ്റ്റ് അഥവാ തെക്ക് കിഴക്ക് ദിശയിൽ ഏറ്റവും അനുയോജ്യമാണെന്ന് ഫെങ് ഷൂയ് പറയുന്നു. ഇത് വെൽത്ത് കോർണർ അഥവാ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിശയായി കണക്കാക്കപ്പെടുന്നു. പറഞ്ഞത് കേട്ടല്ലോ, വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിലാണ്, അല്ലാതെ ലിവിംഗ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ദിശയിലല്ല. തെറ്റിദ്ധരിപ്പിക്കുന്നത് കേൾക്കരുത്. ധനാഗമനത്തിനായി വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിൽ തന്നെ വയ്ക്കണം. തൊഴിലിൽ ഉയർച്ചയ്ക്കും അതുപോലെ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനുമായി വീടിൻ്റെ വടക്ക് ദിശയിൽ തന്നെ വയ്ക്കണം. അതായത് വീടിൻ്റെ വടക്ക് ദിശയുടെ മധ്യഭാഗത്തായി. ഇനി ഇവിടെ ടോയ്ലറ്റ്, സെപ്റ്റി ടാങ്ക്, സ്റ്റോർ മുറി എന്നിവ ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കരുത്. അവിടുത്തെ നെഗറ്റീവ് എനർജി പിന്നെയും വർദ്ധിപ്പിക്കും. ദോഷങ്ങൾ ഉള്ള ദിശയിൽ ഫെങ് ഷൂയ് ഐറ്റംസ് വയ്ക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി ബാക്കി പറയാം. മണി പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. ഈശാനയിൽ അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ ഒരിക്കലും നടാൻ പാടില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ആവശ്യത്തിന് വെള്ളം നനയ്ക്കുക. നേരിട്ട് ശക്തമായ സൂര്യപ്രകാശം ഒഴിവാക്കി പരോക്ഷ വെളിച്ചത്തിൽ വളർത്തുക. മഞ്ഞ ഇലകളെയും ഉണങ്ങിയ ഇലകളെയും അപ്പോൾ നീക്കം ചെയ്യണം. വെള്ളത്തിൽ വളർത്തുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുക. അടുത്തത് അക്വേറിയം. ഇതിൻ്റെ പ്രാധാന്യവും ഗുണങ്ങളും എന്താണെന്ന് നോക്കാം. അക്വേറിയം എന്നത് 5 എലമെന്റ് അഥവാ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. മുമ്പ് ഒരു വീഡിയോയിൽ ഇക്കാര്യം വിസ്താരമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ പറയുന്നില്ല. ഫെങ് ഷൂയ് എന്ന പ്ലേലിസ്റ്റ് തുറന്ന് കാണുക. ഒഴുകുന്ന വെള്ളവും ആരോഗ്യമായ മത്സ്യങ്ങളും സമ്പത്ത്, ഐശ്വര്യം, അവസരങ്ങൾ, പോസിറ്റീവ് ഊർജം എന്നിവയെ ആകർഷിക്കുമെന്നാണ് പരമ്പരാഗത ഫെങ് ഷൂയ് വിശ്വാസം. ഇത് ഒരു വിശ്വാസമായി മാത്രം കാണേണ്ട, പല ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും. അക്വേറിയത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിനായി പരിപാലിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അക്വേറിയത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് ആദ്യം പറയാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായകമായ ഏറ്റവും നല്ല ഫെങ് ഷൂയ് ടിപ്സുകളിൽ ഒന്നാണ്. വീടുകളിലും ഓഫീസുകളിലും വിജയത്തിൻ്റെയും പുരോഗതിയുടെയും പ്രതീകമായി ഉപയോഗിക്കുന്നു. വീടിനുള്ളിലെ പോസിറ്റീവ് ഊർജ പ്രവാഹം വർദ്ധിപ്പിക്കുന്നു. ഇനി അക്വേറിയം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. അക്വേറിയം എവിടെ വയ്ക്കണം? വീടിൻ്റെ
സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിശയായ തെക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുക. ധനാഗമനം ഉണ്ടാകും. വീടിൻ്റെ വടക്ക് ദിശയിൽ വയ്ക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായ ഉയർച്ചയും പുതിയ അവസരങ്ങളും ലഭിക്കും. ഇനി എവിടെയെല്ലാം വയ്ക്കാൻ പാടില്ല എന്ന് പറയാം. കിടപ്പുമുറിയിൽ അക്വേറിയം വയ്ക്കാൻ പാടില്ല. അതുപോലെ വീടിൻ്റെ മധ്യഭാഗത്തും അക്വേറിയം വയ്ക്കരുത്. ഇനി മത്സ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പറയാം. 9 ഗോൾഡ് ഫിഷ് അഥവാ സുവർണ മത്സ്യങ്ങളെയും ഒരു കറുത്ത മീനിനെയും ഒരുമിച്ച് ഇടുക. കറുത്ത മത്സ്യം നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യുന്നു. ഇനി പരിചരണ നിർദ്ദേശങ്ങൾ കൂടി പറയാം. ജലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം. മത്സ്യങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പൊട്ടിയതോ വൃത്തിയില്ലാത്തതോ ആയ അക്വേറിയം ഉപയോഗിക്കരുത്. ഇനി ബാംബു പ്ലാന്റിൻ്റെ പ്രാധാന്യങ്ങളും ഗുണങ്ങളും പറയാം. ലക്കി ബാംബു ഫെങ്ഷുയിലെ ഏറ്റവും ജനപ്രിയമായ സസ്യങ്ങളിൽ ഒന്നാണ്. യഥാർത്ഥ മുളയല്ലെങ്കിലും ഇത് ഭാഗ്യം, സമൃദ്ധി, ആരോഗ്യം, ദീർഘായുസ്, സന്തോഷം എന്നിവ നൽകുമെന്ന് കണക്കാക്കപ്പെടുന്നു. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നു. പോസിറ്റീവ് പ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഫെങ്ഷുയി പറയുന്നു. ഗൃഹപ്രവേശനം, പുതിയ ഓഫീസ്, പുതിയ ബിസിനസ് തുടങ്ങിയ അവസരങ്ങളിൽ സമ്മാനമായും ലക്കി ബാംബു നൽകാറുണ്ട്. ലക്കി ബാംബു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. ലക്കി ബാംബു സാമ്പത്തിക വളർച്ചയ്ക്കും ലക്കി ബാംബു തെക്ക് കിഴക്ക് ദിശയിൽ നടുക. ഓഫീസിൽ മേശയുടെ കിഴക്ക് ദിശയിൽ ലക്കി ബാംബു വയ്ക്കുന്നത് സമൂഹമായുള്ള ബന്ധം വളർത്തും. പരോക്ഷമായി പ്രകാശം ലഭിക്കുന്ന സ്ഥാനമാണ് അനുയോജ്യം. അതുപോലെ ലക്കി ബാംബുവിനെ നേരിട്ട് ശക്തമായ സൂര്യപ്രകാശത്തിൽ വയ്ക്കരുത്. ചെടി ഉണങ്ങുന്നതോ മഞ്ഞ നിറമാകുന്നതോ അനുവദിക്കരുത്. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ലക്കി ബാംബു വയ്ക്കരുത്. ഫെങ്ഷുയി അനുസരിച്ച് ലക്കി ബാംബുവിൻ്റെ തണ്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. 2 തണ്ടുകളുള്ള ലക്കി ബാംബു സ്നേഹവും ദാമ്പത്യ സൗഹൃദവും വരുന്നതിനായും 3 തണ്ടുകളുള്ളത് സന്തോഷവും ആരോഗ്യവും ദീർഘായുസിനുമായും 5 തണ്ടുകൾ ആരോഗ്യത്തിനായും 6 തണ്ടുകൾ ഭാഗ്യത്തിനും സമ്പത്തിനുമായും 8 തണ്ടുകൾ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയും 9 തണ്ടുകൾ മഹാഭാഗ്യത്തിനും സമ്പൂർണ്ണ വിജയത്തിനും വേണ്ടി. ഇനി പരിചരണ നിർദ്ദേശങ്ങൾ പറയാം. വെള്ളത്തിൽ വളർത്തുകയാണെങ്കിൽ ആഴ്ചയിൽ വെള്ളം മാറ്റുക. മണ്ണിൽ വളർത്തുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ജലം ഒഴിക്കുക. മഞ്ഞ നിറമുള്ള ഇലകൾ നീക്കം ചെയ്യുക. ചെടി ആരോഗ്യത്തോടെ വളരുന്നു എന്ന് ഉറപ്പുവരുത്തുക. ബാംബു പ്ലാന്റ് മനോഹരമായ ഒരു ഇൻഡോർ സസ്യമായി വീടിനും ഓഫീസിനും പച്ചപ്പും സൗന്ദര്യവും നൽകുകയും മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.